ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാരറ്റും ഇതുപോലെ രക്തചന്ദനവും ചേർത്ത് അടിപൊളി ഒരു സോപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ നല്ലതുപോലെ പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായി ഇതിലേക്ക് ആവശ്യം സോപ്പ് ബേസാണ്. ഞാനിവിടെ ഒരു 1/2 കിലോൻ്റെ അടുത്തുള്ള സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ മെൽറ്റായി കിട്ടുന്നതായിരിക്കും. ചെറിയ പീസാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുപ്പിൽ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം ചൂടാവുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത് ഇറക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി മെൽറ്റായിട്ട് വരും. ഇപ്പോഴിതാ ഇവിടെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാതെ ഫുള്ളായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് സോപ്പ് മാത്രമാണ് ആക്കുന്നതെങ്കിൽ ഇതങ്ങനെ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. പക്ഷേ ഇതിലേക്ക് ഞാനിപ്പോൾ രക്തചന്ദന പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി നന്നായി അതിലേക്ക് മിക്സ് ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം കേട്ടോ. അതിനുശേഷം അത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി സോപ്പിന് നല്ല സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ഏതെങ്കിലും സ്മെല്ല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജാസ്മിൻ്റെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് പതുക്കെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്പീഡിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് സോപ്പ് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതാണ്. ഞാനിത് ഓവർനൈറ്റ് വരെ വെച്ചിട്ടുണ്ട്. എനിക്കിത് ഒരു 6 സോപ്പ് വരെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സോപ്പ് മോൾഡ് ഇല്ലാത്തവർ ഐസ്ക്രീം കപ്പിലോ വേറെ ഏതെങ്കിലും പേപ്പർ ഗ്ലാസ്സിലോ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ ഒരു കെമിക്കലും ചേർക്കാത്ത അടിപൊളി സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ക്യാരറ്റും അതുപോലെ രക്തചന്ദനവും നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ സോപ്പ് റെഗുലറായി ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സോപ്പാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.